ചങ്ങനാശ്ശേരി മോസ്കോയിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മോസ്കോ സ്വദേശി മല്ലികയാണ് മരിച്ചത്. ഭർത്താവ് അനീഷ് കസ്റ്റഡിയിൽ. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായത്. അയൽവാസികളാണ് ആദ്യം കണ്ടത്. അതിനുശേഷം ഇത്തരത്തിൽ ഈ ഭർത്താവ് അനീഷ് ഈ ഭാര്യയെ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആംബുലൻസ് ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയുണ്ടായി. തുടർന്ന് ആംബുലൻസ് ഡ്രൈവർ എത്തി നോക്കിയപ്പോഴാണ് ഇത്തരത്തിലൊരു അസ്വാഭാവികത ഈ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ കാണുകയുണ്ടായത്. അതായത് സ്ത്രീ മരിച്ചു കിടക്കുകയായിരുന്നു. ആ മരണത്തിലൊരു അസ്വാഭാവികത തോന്നി. ദേഹമാസകലം മുറിവുകളും രക്തം വാർന്നൊലിച്ച നിലയിലുമായിരുന്നു മൃതദേഹം അവിടെ കിടന്നിരുന്നത്. തുടർന്ന് ഈ ആംബുലൻസ് ഡ്രൈവറാണ് തൃക്കൊടിത്താനം പോലീസിൽ വിളിച്ച് വിവരം അറിയിക്കുകയുണ്ടായത്. തുടർന്ന് പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് ഈ മരണത്തിലൊരു ദുരൂഹത സംശയിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ തെളിഞ്ഞത്. നിലവിൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീയുടെ മൃതദേഹം പരിശോധിച്ചാൽ നമുക്കറിയാം, കഴുത്തിലും അതോടൊപ്പം തന്നെ ശരീരത്തിലുമൊക്കെ തന്നെ വെട്ടിരിവ കൊണ്ട് വെട്ടി മുറിവേൽപ്പിച്ച രീതിയിലുള്ള മുറിവുകളുണ്ട്. അതോടൊപ്പം തന്നെ ദേഹം മുഴുവൻ മുഖമടക്കം ഇടികൊണ്ട് ചതഞ്ഞ രീതിയിലുള്ള അവസ്ഥയിലുമാണ് ആ സ്ത്രീയുടെ മൃതദേഹമുള്ളത്. മല്ലിക എന്ന് പറയുന്ന 38-കാരിയാണ് ഇത്തരത്തിൽ മരിച്ചിരിക്കുന്നത്. ഇവരുടെ ഭർത്താവ് അനീഷ് എന്ന് പറയുന്ന 42-കാരനെ നിലവിൽ തൃക്കൊടിത്താനം പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ തന്നെയാണോ ഈ കൊലപാതകത്തിന് ഉത്തരവാദി എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷമേ ആ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് തൃക്കൊടിത്താനം പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒരു അസ്വാഭാവിക മരണം തന്നെയാണ് എന്നുള്ളത് ഒരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ബാക്കി ഈ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഇവരുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും കൂടുതൽ എന്തെങ്കിലും മരണകാരണമുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ഇവിടെ അയൽക്കാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ഭർത്താവ് അനീഷ് എന്ന് പറയുന്നയാൾ സ്ഥിര മദ്യപാനിയാണ്. സ്ഥിരമായിട്ട് ഇവരുടെ വീട്ടിൽ പ്രശ്നങ്ങളും കലഹങ്ങളും ഒക്കെ നിലനിന്നിരുന്നതാണ് എന്നുള്ളതാണ് അയൽക്കാർ തന്നെ പറയുന്നത്. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇരുവരും തമ്മിൽ ഉണ്ടായതിനു ശേഷം ഇത്തരത്തിൽ കയ്യാങ്കളിയിലേക്കോ അല്ലെങ്കിൽ കൊലപാതകത്തിലേക്കൊക്കെ നയിച്ചതാണോ എന്നുള്ള കാര്യങ്ങളിലാണ് ഇനി സ്ഥിരീകരണം ഉണ്ടാവേണ്ടത്. എന്തായാലും തൃക്കൊടിത്താനം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഫോറൻസിക് വിഭാഗം അടക്കം അവിടെ എത്തി തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് എന്തായാലും നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. ലക്ഷ്യം